ശരിക്കും സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മെഡിറ്റേഷനാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിന് തന്നിട്ടുള്ള റിലാക്സേഷൻ മെത്തേഡിൽ ഏറ്റവും തെറാപ്യൂട്ടിക് ആയിട്ടുള്ളൊരു കാര്യം. ലോൺലിനെസ് ആണ് ക്യാൻസറിനെക്കാട്ടിലും ഭീകരം. ഇപ്പം ചെകിടത്തടിച്ചാൽ ചിലപ്പോൾ കുറച്ച് നേരം വേദന ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരു വാക്ക് പറഞ്ഞത് നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ കിടന്ന് റിപ്പീറ്റഡ് ആയിട്ട് അവൻ എന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അപ്പം ഒരു വാക്കല്ലേ മറന്നേക്കെന്ന് പറയാം, പക്ഷെ അതിൻ്റെ പെയിൻ വരുന്നത് ഭയങ്കര സിവിയർ ആയിരിക്കും. ഫോർ പ്ലേ, ഇൻ്റർകോഴ്സ്, ആഫ്റ്റർ പ്ലേ, ഈ 3 സ്റ്റേജ് കൂടി കടന്നു പോകണം. ആദ്യത്തെ സ്റ്റേജിൽ ഒരു ആൾക്കാരൊക്കെ ചിലപ്പോൾ ചെയ്യാം, 2ാമത്തെ സ്റ്റേജും കഴിയും, 3ാമത്തെ സ്റ്റേജിൽ പലരും വിട്ടുപോകും, സ്കിപ്പ് ചെയ്യും. കുട്ടിയുടെ ഒരു കൗൺസിലിങ്ങിന് വന്നതാ, അപ്പോഴാണ് മനസ്സിലായത് കുട്ടിക്ക് എല്ലാ പ്രശ്നം പാരൻസിനാണെന്ന്. അപ്പം അമ്മേനെ വിളിച്ചു, അങ്ങനെ ഓരോരുത്തരും നമ്മൾ ഫാമിലി കൗൺസിലിങ്ങിൽ എല്ലാവരും വിളിക്കുമല്ലോ. അപ്പോൾ ആ സ്റ്റേജിലാണ് മനസ്സിലായത് കുട്ടിയുടെ പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റി, പക്ഷെ അമ്മ മാറാൻ തയ്യാറല്ലാത്ത ഒരു സിറ്റുവേഷനില്ല. ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടത് സ്നേഹം, അംഗീകാരം, ആദരം. എവിടെ ഒരാളെ റിജക്റ്റ് ചെയ്യണു അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതമൊന്നും വേണ്ട, മരിച്ചാൽ മതി, വെറുതെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അത് നമ്മുടെ ഫാമിലിക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു ക്ലൂ ആണ്. PCODക്ക് മെൻ്റൽ ഹെൽത്ത്, എക്സസൈസ്, ദെൻ ഡോക്ടറുടെ സപ്പോർട്ട്, ഇത് 3ഉം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരും. ഫാമിലി ഡോക്ടർ ഉണ്ടാവുമല്ലോ നമുക്ക്, അതുപോലെ ഫാമിലി സൈക്കോളജിസ്റ്റ് വേണം. പക്ഷെ നമ്മുടെ ഒരു ഫാമിലി ഡോക്ടറുടെ പോലെയുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരാളാവരുത്.